സ്ഥലം നമ്മൾ പോയതൊന്ന് കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ശരിക്കും കുരുക്ഷേത്ര അറിയപ്പെടുന്നത് തന്നെ ഈ രാജാവിൻ്റെ പേര്, അവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര് കുരു എന്നാണ്. ആ രാജാവിൻ്റെ പേരിലാണ് കുരുക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാജാവ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരിക്കൽ എല്ലാ നല്ല ഗുണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രജകൾക്കൊക്കെ ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് അദ്ദേഹം 2 കാളകളെ വെച്ച് ഭൂമിയെ ഉഴുതുമറിച്ചു. അപ്പോൾ ഒന്ന് നന്ദികേശ എന്ന് പറയുന്ന കാളയും ഇനി ഒന്ന് എന്ന് പറയുന്നത് യമരാജൻ്റെ കാളയായിരുന്നു. ഈ 2 കാളയും യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഭൂമിയെ ഉഴുതുമറിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ 8 നല്ല ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ധർമ്മം, തപസ്യ, സത്യം, ദയ എന്ന് പറയുന്ന ഇങ്ങനെ പറയുന്ന 8 ക്വാളിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയെ ഉഴുതുമറിക്കുന്നത്. പക്ഷേ ഇത് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ ഇത് കാണും, ഈ രാജാവ് ചെയ്യുന്ന ഈ പ്രവൃത്തി കാണും. കാരണം ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദ്രൻ ചോദിക്കും, എന്തിനാണ് അങ്ങ് ഇങ്ങനെ ഭൂമിയെ ഉഴുതുമറിക്കുന്നത്, എന്താണ് ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇങ്ങനെ ഒരു 8 കാര്യങ്ങൾ ഗുണത്തിന് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലേസാണ് ആ കുരുക്ഷേത്രം. അവിടെയാണ് മഹാഭാരതത്തിലെ ആ യുദ്ധം നടക്കുന്നതും ആ യുദ്ധത്തിൽ ആൾക്കാരെല്ലാം മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ മരിക്കുന്നവർ പാവം ചെയ്തിരുന്നാലും പുണ്യം ചെയ്തിരുന്നാലും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചവർക്കെല്ലാം വീരസ്വർഗം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ തന്നെയാണ് ബ്രഹ്മാവും വലിയ തപസ്സെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ധർമ്മക്ഷേത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതേ കുരുക്ഷേത്ര ഇവിടെ നവദ്വീപിലും പ്രത്യക്ഷപ്പെട്ടു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു അവതാരം കരുണാവതാരമാണ്, ചൈതന്യ മഹാപ്രഭുയുടെ അവതാരം. ഈ അവതാരത്തിനെ കാണാനായിട്ട് എല്ലാ ദേവന്മാരും, എല്ലാ തീർത്ഥങ്ങളും, എല്ലാ നദികളും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേ കുരുക്ഷേത്രം ഇവിടെയും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ കുരുക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും രാധ കൃഷ്ണനെ വിട്ട് പിരിഞ്ഞിട്ട്, കാരണം കൃഷ്ണൻ വൃന്ദാവനം വിട്ട് പോയതിന് ശേഷം തിരിച്ച് വൃന്ദാവനത്തിൽ വന്നില്ല. അപ്പോൾ ഈ ഗോപസ്ത്രീകളും രാധാറാണിയും കൃഷ്ണനെ രണ്ടാമത് കാണുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് അവർ നോക്കുമ്പോൾ രാധാറാണി എന്താ പറയുക, സാധാരണ കൃഷ്ണൻ കളിച്ച് ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്ന പോലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇവിടെ കൃഷ്ണന് ഭയങ്കര ഉത്തരവാദിത്വത്തോടു കൂടി കുടുംബങ്ങൾ, രാജ്ഞിമാർ, മക്കളുടെ കാര്യം, രാജഭരണത്തിൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഗോപസ്ത്രീകൾക്ക് അത് കണ്ടിട്ട് അവരുടെ കൃഷ്ണനായിട്ട് അവർക്ക് തോന്നിയില്ല. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഈ കൃഷ്ണനെ തിരിച്ച് വൃന്ദാവനത്തിൽ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കൃഷ്ണനെ ഒരു രഥത്തിലിരുത്തി അവർ വലിക്കുന്നത്. അങ്ങനെയാണ് രഥോത്സവം ഉണ്ടാകുന്നത്. അപ്പോൾ രഥോത്സവം ഉണ്ടായത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുരുക്ഷേത്രം ഇവിടെയും പ്രത്യക്ഷമായി എന്നുള്ളതാണ്. സോ ഈ കുരുക്ഷേത്രത്തിലെ അവിടെ നമ്മൾ ഭഗവാനെ സ്മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം ഉണ്ടാകും. ഹരേ കൃഷ്ണ.